നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്നത് ടെംപ്ലേറ്റ് ഇൻഹെറിറ്റൻസ് ആണ്. സോ ടെംപ്ലേറ്റ് ഇൻഹെറിറ്റൻസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് ഏതെങ്കിലും ഒരു എലമെൻറ്റ് നമ്മുടെ വെബ്സൈറ്റിലെ എല്ലാ പേജിലും ആവശ്യമുണ്ടെങ്കിൽ നമുക്കതിൻ്റെ കോഡ് എല്ലാ പേജിലും എഴുതേണ്ട ആവശ്യമില്ല. സോ നമുക്കൊരു ബേസിക് HTML പേജ് ക്രിയേറ്റ് ചെയ്ത ശേഷം ആ ഒരു അതിലെ കണ്ടൻറ്റ് നമുക്ക് മറ്റ് പേജുകളിൽ ഇൻഹെറിറ്റ് ചെയ്യാൻ മറ്റ് പേജുകളിൽ കൊണ്ടുവരാൻ സാധിക്കും. ഉദാഹരണമായി നമ്മളിവിടെ ബൂട്ട്സ്ട്രാപ്പിൻ്റെ ഒരു വെബ്സൈറ്റ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മുകളിൽ കാണാം ഈ നാവ് ബാർ ഇവിടെ കാണാൻ സാധിക്കും. സോ ഞാൻ ഹോമിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിലും എനിക്ക് ആ നാവ് ബാർ അവിടെ ലഭിക്കും, ഹോം എന്ന് പറഞ്ഞ പേജിൽ ലഭിക്കും. എക്സാമ്പിളിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിലും അവിടെയും ഈ നാവ് ബാർ ഉണ്ടായിരിക്കും. ഏതൊരു പേജ് ഓപ്പൺ ചെയ്യുകയാണെങ്കിലും നമുക്ക് ആ നാവ് ബാർ അവിടെ ഉണ്ടായിരിക്കും. സോ ഈ ഒരു സംഭവത്തെയാണ് നമ്മൾ ടെംപ്ലേറ്റ് ഇൻഹെറിറ്റൻസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഇതെങ്ങനെ നമുക്ക് ഫ്ലാസ്കിൽ ചെയ്യാമെന്നാണ് നമ്മൾ പഠിക്കുന്നത്. നമ്മൾ ഉദാഹരണമായി ഇവിടെ ബൂട്ട്സ്ട്രാപ്പിൽ വന്നതിന് ശേഷം നമ്മൾ ഡോക്സിൽ ക്ലിക്ക് ചെയ്യുക. ഡോക്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ശേഷം ഗെറ്റിംഗ് സ്റ്റാർട്ടഡ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. ശേഷം ഇൻട്രൊഡക്ഷൻ എന്നതിൽ ക്ലിക്ക് ചെയ്യുക. ഈ ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്ന പേജിൽ താഴെ വന്നു കഴിഞ്ഞാൽ നമുക്കൊരു സ്റ്റാർട്ടർ ടെംപ്ലേറ്റ് ലഭിക്കും. സോ ഇതിൽ നമ്മുടെ ബൂട്ട്സ്ട്രാപ്പിൻ്റെ CSSുമായിട്ടുള്ള ലിങ്ക് ചെയ്തിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും നമുക്കിവിടെ ലഭിക്കുന്നതായിരിക്കും. ജസ്റ്റ് നമ്മൾ ഇത് കോപ്പി ചെയ്ത ശേഷം നമ്മൾ ടെംപ്ലേറ്റിൽ വന്നതിന് ശേഷം പുതിയൊരു HTML ഫയൽ ക്രിയേറ്റ് ചെയ്യുക. സോ അതിൻ്റെ പേര് നമ്മൾ base.html എന്ന് കൊടുക്കുന്നു. base.html ശേഷം പേസ്റ്റ് ചെയ്യുക, സേവ് ചെയ്തതിന് ശേഷം നമ്മളത് ജസ്റ്റ് നമ്മളത് ലൈവ് സെർവറിൽ ഓപ്പൺ ചെയ്ത് നോക്കാം. സോ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതുപോലെ ഹലോ വേൾഡ് എന്ന് ലഭിക്കും. സോ ഇതിനർത്ഥം ഈ ഹലോ വേൾഡിൻ്റെ ഫോണ്ട് സ്റ്റൈൽ നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും. നമ്മുടെ സക്സസ്ഫുള്ളി നമ്മൾ ബൂട്ട്സ്ട്രാപ്പ് CSSുമായി കണക്ട് ചെയ്തിട്ടുണ്ട്. ശേഷം നമ്മൾ തൽക്കാലം ക്ലോസ് ചെയ്യാം. ഇത് നമ്മൾ ചെയ്യേണ്ടത് base.htmlൽ സ്ക്രിപ്റ്റിന് മുകളിലായി നമ്മൾ ഈ ഒരു ഭാഗത്ത് നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ നാവ് ബാർ. സോ നമ്മളിവിടെ ഒരു കമൻറ്റ് ക്രിയേറ്റ് ചെയ്യാം. കമൻറ്റ് നാവ് ബാർ. ശേഷം നമ്മൾ ബൂട്ട്സ്ട്രാപ്പിൽ തന്നെ വരിക. സോ ബൂട്ട്സ്ട്രാപ്പിലെ കമ്പോണൻറ്റിൽ നിന്ന് നമുക്ക് നാവ് ബാർ കോപ്പി ചെയ്യാം. കമ്പോണൻറ്റിൽ നമ്മൾ നാവ് ബാർ എന്നതിൽ ക്ലിക്ക് ചെയ്യുക. താഴെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെയുള്ളൊരു നാവ് ബാർ കാണാൻ സാധിക്കും. സോ നമുക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാം. വിവിധ തരത്തിലുള്ള നാവ് ബാർ നമുക്ക് കാണാൻ സാധിക്കും. സോ നമ്മൾ തൽക്കാലം ഈ ഒരു നാവ് ബാർ സെലക്ട് ചെയ്യുന്നു, കോപ്പി ചെയ്യുക. ശേഷം നമ്മൾ നാവ് ബാറിന് താഴെ വന്ന് പേസ്റ്റ് ചെയ്ത് സേവ് ചെയ്യുക. സോ നമുക്ക് ലാസ്റ്റിൽ ഡിസേബിൾഡ് ആയിട്ടുള്ള ഈ ഒരു സംഭവം വേണ്ട, തൽക്കാലം അത് ഡിലീറ്റ് ചെയ്യാം. സോ സേവ് ചെയ്ത് നമ്മൾ വീണ്ടും ഇത് ലൈവ് സെർവറിൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു രീതിയിൽ ലഭിക്കും. സോ ഹലോ വേൾഡിന് താഴെയായിട്ടായിരിക്കും ലഭിക്കുക. സോ നമുക്ക് ഹലോ വേൾഡ് നമുക്ക് ഇവിടെ നിന്ന് ഡിലീറ്റ് ചെയ്യാം. ഹലോ വേൾഡ് സേവ് ചെയ്യാം. അതുപോലെ നമുക്ക് BG പ്രൈമറി എന്ന് കൊടുക്കാം. സോ ബാക്ക്ഗ്രൗണ്ട് നമുക്കൊരു നീല കളറിൽ ലഭിക്കുന്നതായിരിക്കും. BG പ്രൈമറി എന്ന് കൊടുക്കാം. സേവ് ചെയ്യാം, റിഫ്രഷ് ചെയ്യാം. ഇതുപോലെ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. സോ നമുക്ക് ടെക്സ്റ്റ് കളർ വൈറ്റ് കൊടുക്കാം. സോ ടെക്സ്റ്റ് കളർ വൈറ്റ് കൊടുക്കണമെങ്കിൽ ഓരോ എലമെൻറ്റിലെയും ക്ലാസ്സിനുള്ളിൽ വന്നതിന് ശേഷം ടെക്സ്റ്റ് വൈറ്റ് എന്ന് കൊടുക്കുക. ടെക്സ്റ്റ് വൈറ്റ് ജസ്റ്റ് കോപ്പി ചെയ്ത് ഇവിടെ നമുക്ക് പേസ്റ്റ് ചെയ്യാം. ടെക്സ്റ്റ് വൈറ്റ്. അതുപോലെ മുകളിലെ നാവ് ബാറിന് നമ്മളിവിടെ ടെക്സ്റ്റ് വൈറ്റ് എന്ന് കൊടുക്കുക. സേവ് ചെയ്ത് നമ്മൾ നമ്മുടെ വെബ് പേജിൽ വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ വൈറ്റ് കളർ ലഭിച്ചിട്ടുണ്ടായിരിക്കും. സോ പ്രൈസിങ്ങിന് കൂടി നമുക്ക് വൈറ്റ് കൊടുക്കാം. പ്രൈസിങ് ടെക്സ്റ്റ് വൈറ്റ്. സേവ് ചെയ്യാം. സോ നമുക്ക് ഈ ഒരു രീതിയിൽ ലഭിക്കുന്നതായിരിക്കും നാവ് ബാർ, ഹോം ഫീച്ചേഴ്സ്, പ്രൈസിങ്, ടെക്സ്റ്റ് വൈറ്റ്. സോ നമുക്കിപ്പോൾ നമ്മുടെ വെബ്സൈറ്റിനുള്ളത് ഹോം, എബൌട്ട്, പ്രൊഡക്റ്റ് ലാപ്ടോപ്പ് നമുക്ക് തൽക്കാലം ഡിലീറ്റ് ചെയ്യാം. പ്രൊഡക്റ്റ് ലാപ്ടോപ്പ്, കോൺടാക്റ്റ്, ഹോം, എബൌട്ട്, പ്രൊഡക്റ്റ്, കോൺടാക്റ്റ്. സോ ആ കാര്യമാണ് നമുക്ക് കൊടുക്കേണ്ടത്. സോ നമുക്കിവിടെ നാവ് ബാറിൻ്റെ ഹെഡിങ് നമുക്ക് തൽക്കാലം ABC ഇലക്ട്രോണിക്സ് എന്ന് കൊടുക്കാം. ഇലക്ട്രോണിക്സ്. സോ ആദ്യം വരേണ്ടത് നമുക്ക് ആക്റ്റീവ് ഹോമാണ്. പിന്നെ നമുക്ക് എബൌട്ട്. അതിനുശേഷം നമുക്ക് വേണ്ടത് പ്രൊഡക്ട്സ്. ശേഷം ഇതൊന്നും കൂടി കോപ്പി ചെയ്യാം, താഴെ പേസ്റ്റ് ചെയ്യുക. പ്രൊഡക്റ്റിന് അതിനുശേഷം നമ്മൾ കൊടുക്കേണ്ടത് പ്രൊഡക്റ്റ് കഴിഞ്ഞാൽ കോൺടാക്റ്റ്. സോ നമുക്ക് വേണ്ട രീതിയിൽ നമുക്കിതിനെ കസ്റ്റമൈസ് ചെയ്യാൻ സാധിക്കും. സോ റിഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ABC ഇലക്ട്രോണിക്സ്, ഹോം, എബൌട്ട്, പ്രൊഡക്ട്സ്, കോൺടാക്റ്റ്. ശേഷം നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് ഈ ഒരു
ഈ ഒരു നാവ്ബാർ നമുക്ക് എല്ലാ പേജിലും നമ്മൾ ഹോം പേജ് ക്ലിക്ക് ചെയ്യുമ്പോഴും എബൌട്ട് പേജ് ക്ലിക്ക് ചെയ്യുമ്പോഴും പ്രൊഡക്റ്റ് പേജ് ക്ലിക്ക് ചെയ്യുമ്പോഴും കോൺടാക്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു നാവ്ബാർ ആയിട്ട് നമുക്കിത് ലഭിക്കണം. സോ ഇതെങ്ങനെയാണ് ചെയ്യുന്നതാണ് നമ്മൾ നോക്കുന്നത്. ഇത് നമ്മൾ ഒരു HTML പേജ് ക്രിയേറ്റ് ചെയ്ത ശേഷം ബാക്കി എല്ലാ പേജിലോട്ട് നമ്മൾ ഇൻഹെറിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ ഇതെങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. നമ്മൾ ഇവിടെ വന്നതിന് ശേഷം base.html നമ്മൾ നാവ്ബാർ കൊടുത്തു കഴിഞ്ഞു. സോ ഈ ഒരു കോഡ് എല്ലാ പേജിലും നമുക്ക് ലഭിക്കണം. സോ നമുക്ക് ഇനി നമ്മുടെ മറ്റു പേജുകളിൽ ഇപ്പോൾ എല്ലാ പേജിലും ഒരേ കണ്ടൻറ് ആയിരിക്കില്ല. നമുക്ക് അതിൻ്റെ മുകളിലെ നാവ്ബാർ മാത്രം ലഭിച്ചാൽ മതി, നാവിഗേഷൻ ബാർ മാത്രം ലഭിച്ചാൽ മതി. ബാക്കിയുള്ളതെല്ലാം നമുക്ക് വ്യത്യസ്തമായിരിക്കണം. സോ നമുക്ക് വ്യത്യസ്തമായി കൊടുക്കേണ്ട ഭാഗം, സോ ബോഡിക്കുള്ളിൽ നമ്മൾ ഈ നാവ്ബാർ കൊടുത്തതിന് ശേഷം പ്രത്യേകമായിട്ടുള്ള കാര്യങ്ങൾ എൻ്റർ ചെയ്യേണ്ട ഭാഗം നമ്മൾ ഇതുപോലെ കർലി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് % നമ്മൾ നേരത്തെ പൈത്തോൺ കോഡ് എഴുതിയിരുന്ന അതേ ഒരു സിൻടാക്സ് ആണ് കൊടുക്കുക. ഇതിന് ശേഷം നമ്മൾ ബ്ലോക്ക് കണ്ടൻറ്റ് എന്ന് കൊടുക്കുക, ബ്ലോക്ക് കണ്ടൻറ്റ്. ശേഷം ഇത് ക്ലോസ് ചെയ്യുക, % എൻഡ് ബ്ലോക്ക്. അതുപോലെ നമുക്ക് ഈ ടൈറ്റിലും എല്ലാത്തിനും സെയിം ആയിരിക്കില്ല. ഓരോ പേജിനും അതിനനുസരിച്ച് ടൈറ്റിൽ നമുക്ക് ചേഞ്ച് ചെയ്യണം. സോ അതിന് നമുക്കിവിടെ ഈ ഒരു രീതിയിൽ കൊടുക്കാം. ബ്ലോക്ക്, നമ്മൾ ഏത് കണ്ടൻറ്റാണോ ചെയ്യാൻ പോകുന്നത് അതിൻ്റെ പേര് കൊടുക്കുക. നമ്മൾ താഴെ കൊടുത്തിരുന്ന കണ്ടൻറ്റ് ആയിരുന്നു. സോ നമുക്കിവിടെ ടൈറ്റിൽ എന്ന് കൊടുക്കാം, ബ്ലോക്ക് ടൈറ്റിൽ. അതിനുശേഷം നമുക്കത് എൻഡ് ചെയ്യാം, എൻഡ് ബ്ലോക്ക്. സോ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഈ പേജിൽ എഴുതിയിട്ടുള്ള ഈ പേജ് ഇൻഹെറിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ പേജിൽ എഴുതിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ലഭിക്കും. എക്സ്പെക്ട് നമ്മൾ ഈ ബ്ലോക്കിനുള്ളിൽ എഴുതുന്ന കാര്യം, ബ്ലോക്കിനുള്ളിൽ എഴുതുന്ന കാര്യം ഓരോ പേജിനും പ്രത്യേകമായിട്ടായിരിക്കും. സോ ആ പേജിലുള്ള കാര്യം അവിടെ വരുന്നതായിരിക്കും. സോ നമ്മൾ ടൈറ്റിലും നമ്മുടെ ബോഡിയിലെ നാവ്ബാർ കഴിഞ്ഞിട്ടുള്ള കണ്ടൻറ്റുമാണ് നമ്മൾ പ്രത്യേകമായി കൊടുക്കുന്നത്. അത് മാത്രം നമ്മൾ പ്രത്യേകം ബ്ലോക്ക് കണ്ടൻറ്റ് എന്ന് പറയുന്ന ഈ ഒരു സിൻടാക്സ് ഇവിടെ എഴുതി കൊടുക്കുക. ശേഷം സേവ് ചെയ്യുക. സോ നമുക്കിത് index.html കൊണ്ടുവരണം. ഓക്കെ, നമ്മുടെ ഹോം പേജിൽ. സോ നമ്മൾ ഇതിൽ ഇപ്പോഴുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ഇതിൽ ഡിലീറ്റ് ചെയ്യാം, സേവ് ചെയ്യാം. കാരണം നമ്മൾ base.html എന്ന് ഈ കാര്യങ്ങളെല്ലാം അങ്ങോട്ട് കൊണ്ടുവരാൻ പോകുന്നുണ്ട്. നമ്മൾ ചേഞ്ച് ചെയ്യുന്നത് ടൈറ്റിലും അതുപോലെ ഈ കണ്ടൻറ്റും, ബോഡിക്കുള്ളിലെ ഈ കണ്ടൻറ്റും മാത്രമാണ്. സോ നമ്മൾ index.html വന്ന ശേഷം നമ്മൾ ചെയ്യേണ്ടത് സെയിം കർലി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് %2% കൊടുക്കുക. അതിനുള്ളിൽ എക്സ്റ്റെൻസ് നമ്മൾ ഏത് HTML നിന്നാണോ നമ്മുടെ കണ്ടൻറ്റ് ഇൻഹെറിറ്റ് ചെയ്യുന്നത് അതിൻ്റെ പേര് കൊടുക്കുക, base.html. ഓക്കെ, base.html. സോ നമ്മൾ ഇനി base.html ഏതൊക്കെ കണ്ടൻറ്റാണ് നമുക്ക് മാറ്റാൻ കഴിയുന്നത്? ടൈറ്റിൽ മാറ്റാം. ഓക്കെ, അതുപോലെ നമുക്ക് ബോഡിക്കുള്ളിലെ നാവിഗേഷൻ ബാറിന് ശേഷമുള്ള കണ്ടൻറ്റ് മാറ്റാം. സോ അത് നമുക്ക് എങ്ങനെ കൊടുക്കാമെന്ന് നോക്കാം. നമുക്ക് അതിന് ടൈറ്റിൽ കൊടുക്കാം, ബ്ലോക്ക് ടൈറ്റിൽ ബ്ലോക്കാണ് ടൈറ്റിൽ. സോ നമ്മളിവിടെ ഹോം എന്ന് കൊടുക്കുന്നു. base.html നമ്മളൊരു സിംഗിൾ കോട്ടിനുള്ളിൽ കൊടുക്കണം, ഇതുപോലെ കൊടുക്കണം. ശേഷം ഹോം എന്ന് കൊടുക്കുക, അതിനുശേഷം നമുക്ക് നമ്മുടെ ആ ബ്ലോക്ക് ക്ലോസ് ചെയ്യാം, എൻഡ് ബ്ലോക്ക്. സോ ഇപ്പോൾ നമ്മുടെ ടൈറ്റിൽ അവിടെ ലഭിച്ചിരിക്കും. സേവ് ചെയ്യാം. സേവ് ചെയ്ത ശേഷം നമുക്ക് നമ്മുടെ index.html ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഓക്കെ, index.html മെയിൻ പേജ്. നമുക്ക് ചെറിയ എറർ വന്നിട്ടുണ്ട്. സോ എൻകൗണ്ടർഡ് unknown end Jinja was looking for following tags, end block. ഓക്കെ, സോറി, നമ്മളിവിടെ ഇപ്പോൾ എൻഡ് ബ്ലോക്കിന് നമ്മൾ സ്പേസ് കൊടുക്കാൻ പാടില്ല. സോ എൻഡ് ബ്ലോക്ക്, താഴെ ഇവിടെ എൻഡ് ബ്ലോക്ക്. സേവ് ചെയ്യാം. അതുപോലെ നമ്മൾ index.html വന്നതിന് ശേഷം എൻഡ് ബ്ലോക്ക് സേവ് ചെയ്യാം. ഇനി നമുക്ക് നമ്മുടെ ഹോം പേജ് റീഫ്രഷ് ചെയ്ത് നോക്കാം. സോ റീഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതുപോലെ ABC ഇലക്ട്രോണിക്സ് എന്ന് പറയുന്ന ആ ഒരു മുകളിലെ നാവ്ബാർ നമുക്ക് ഹോം പേജിലാണ് ലഭിച്ചത്. സോ ഇത്തരത്തിൽ നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും. ഇനി നമുക്കിത് ഇതിൻ്റെ ടൈറ്റിൽ നമുക്കിവിടെ കാണാം, ഹോമായി. സോ നമുക്കിനി ഇതിൻ്റെ കണ്ടൻറ്റ് ചേഞ്ച് ചെയ്യാം. കണ്ടൻറ്റ് ചേഞ്ച് ചെയ്യണമെങ്കിൽ നമ്മൾ സെയിം കണ്ടൻറ്റ് ബ്ലോക്ക് സെലക്ട് ചെയ്യുക. ഓക്കെ, ബ്ലോക്ക് കണ്ടൻറ്റ്. അതിനുള്ളിൽ നമ്മളൊരു H1 ടാഗ് കൊടുക്കുന്നു, H1 ടാഗ് ഹോം പേജ്. ഓക്കെ, ശേഷം നമുക്ക് ഈ കണ്ടൻറ്റ് ക്ലോസ് ചെയ്യാം, എൻഡ് ബ്ലോക്ക് സേവ് ചെയ്യാം. സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റീഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ ഹോം പേജിൽ നിന്ന് ഇവിടെ ലഭിക്കും. ബാക്കി എല്ലാ കാര്യങ്ങളും നമ്മുടെ ബേസ് HTML-ലേതായിരിക്കും, അതായത് മുകളിലെ നാവ്ബാർ. സോ നമുക്കിനി ബാക്കിയുള്ള എബൌട്ട് പ്രൊഡക്റ്റ് മറ്റു കാര്യങ്ങൾക്കും ബാക്കിയുള്ള മറ്റു പേജുകൾക്കും ഇത് കൊടുക്കാം. സോ നമുക്ക് വേണ്ടത് 3 ഫയൽസാണ്. ബേസ് നമ്മൾ ഇൻഹെറിറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നു. പിന്നെ ഇൻഡെക്സ്, അതുപോലെ നമുക്ക് വേണ്ടത് about.html, അതുപോലെ product.html, അതുപോലെ
contact.html. സോ നമ്മൾ index.html നിന്നും നമ്മൾ ഈ ഒരു കോഡ് കോപ്പി ചെയ്യുന്നു. വെറും 5 ലൈൻ കോഡ് കൊണ്ടാണ് ബാക്കി എല്ലാ കാര്യങ്ങളും ഇൻഹെറിറ്റ് ചെയ്തത്. സോ നമുക്ക് ഒരു HTML പേജ് മാത്രം നമ്മൾ കോഡ് ചെയ്താൽ മതി. സോ ഈ ഒരു ടെംപ്ലേറ്റ് ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്ന ഓപ്ഷൻ മുഖാന്തരം നമുക്ക് ബാക്കി എല്ലാ പേജിലോട്ടും ഇത് കൊണ്ടുവരാൻ സാധിക്കും. സോ ഞാൻ index.html നിന്നും ഇത് കോപ്പി ചെയ്യുന്നു. ആദ്യം ഞാൻ about.html. സോ ആദ്യം ഞാൻ ഇതിൻ്റെ ടൈറ്റിൽ ചേഞ്ച് ചെയ്യുന്നു. about പേജ് സേവ് ചെയ്യാം. ശേഷം പ്രൊഡക്റ്റിൽ പോകുന്നു. പ്രൊഡക്റ്റിൽ പേസ്റ്റ് ചെയ്യുന്നു. നമ്മൾ ടൈറ്റിൽ പ്രൊഡക്റ്റ് എന്ന് കൊടുക്കുന്നു. പ്രൊഡക്ട്സ് പേജ്. ശേഷം നമ്മൾ കോണ്ടാക്റ്റിൽ പോകുന്നു. സെയിം കോഡ് അവിടെയും പേസ്റ്റ് ചെയ്യുന്നു. നമ്മൾ ടൈറ്റിൽ കോണ്ടാക്റ്റ് എന്ന് കൊടുക്കുന്നു. കോണ്ടാക്റ്റ് പേജ് എന്ന് കൊടുക്കുന്നു. കോണ്ടാക്റ്റ് പേജ് സേവ് ചെയ്യാം. ശേഷം നമ്മൾ app.py വന്നതിന് ശേഷം നമുക്ക് റെൻഡർ ടെംപ്ലേറ്റ് എന്ന് പറയുന്ന ഈ ഒരു സംഭവം ഇവിടുന്ന് കോപ്പി ചെയ്യാം. ആദ്യം എബൌട്ടിൽ റെൻഡർ ടെംപ്ലേറ്റ് about.html. സോ നമുക്ക് HTML പേജാണ് റെൻഡർ ചെയ്യേണ്ടത്. പ്രൊഡക്റ്റിൽ product.html. അതുപോലെ കോണ്ടാക്റ്റിൽ contact.html. സേവ് ചെയ്യാം. സേവ് ചെയ്ത ശേഷം നമ്മൾ നമ്മുടെ ഹോം പേജിൽ വരുന്നു. എൻ്റർ ചെയ്യുന്നു. നമുക്ക് ഹോം പേജ് ലഭിക്കുന്നു. എബൌട്ടിൽ നമുക്ക് എബൌട്ട് പേജ് ലഭിക്കുന്നു. അതുപോലെ പ്രൊഡക്റ്റ് പേജ് ലഭിക്കുന്നു. അതുപോലെ പിന്നെ ഉള്ളത് കോണ്ടാക്റ്റ് പേജ് ലഭിക്കുന്നു. സോ ഇനി ഇവിടെ ഉദാഹരണമായി നമുക്കിവിടെ ഹോമിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഹോം പേജ് ലഭിക്കണം. എബൌട്ടിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എബൌട്ട് പേജ്, പ്രൊഡക്റ്റിലാണെങ്കിൽ പ്രൊഡക്റ്റ്, കോണ്ടാക്റ്റിലാണെങ്കിൽ കോണ്ടാക്ട്. സോ ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് വരണമെങ്കിൽ നമ്മൾ ജസ്റ്റ് ചെയ്യേണ്ടത് base.html വരിക. സോ നമ്മൾ ആദ്യത്തെ ഹോമിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഹോമിലോട്ട് പോകണം. നമ്മൾ hrefൽ ഇവിടെ കാണുന്നത് ഒരു ഹാഷ്ടാഗ് ആണ്. അത് ഡിലീറ്റ് ചെയ്യുക. അതിനുശേഷം നമ്മൾ ഇതുപോലെ url4 എന്ന് പറയുന്ന ഫംഗ്ഷൻ, ഓക്കെ, url_for എന്ന് പറയുന്ന ഫംഗ്ഷൻ കോൾ ചെയ്യുക. സോ അതിനുള്ളിൽ നമ്മൾ ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏത് ഫംഗ്ഷനാണ് നമുക്ക് റൺ ആവേണ്ടത്. സോ നമ്മൾ app.py പോയതിന് ശേഷം നമുക്കറിയാം ഹോം എന്ന് പറയുന്ന ഫംഗ്ഷനാണ്. ഓക്കെ, സോ നമ്മളവിടെ ഹോം എന്ന് കൊടുക്കുക. സോ നമ്മൾ base.html വരുന്നു. അവിടെ നമ്മൾ ഹോം എന്ന് കൊടുക്കുന്നു. സോ അതിൽ ഇതിനുള്ളിൽ ഹോം എന്ന് കൊടുക്കുക. url4 ഫംഗ്ഷനുള്ളിൽ ഹോം എന്ന് കൊടുക്കുക. സേവ് ചെയ്യുക. അതുപോലെ നമുക്ക് എബൌട്ടിൽ വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ ബാക്കി ഫംഗ്ഷൻ പേര് കൂടി നോക്കാം. എബൌട്ട്, പ്രൊഡക്റ്റ്, കോണ്ടാക്റ്റ്. സോ ഇവ മൂന്നും കൂടി കൊടുക്കാം. സോ എബൌട്ടിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് എബൌട്ടിലോട്ട് പോകണം. ഞാൻ ജസ്റ്റ് ഈ ഒരു url4 ഫംഗ്ഷൻ ഇവിടുന്ന് കോപ്പി ചെയ്യുന്നു. എബൌട്ടിൻ്റെ hrefൽ വരുന്നു, പേസ്റ്റ് ചെയ്യുന്നു. സോ നമ്മൾ എബൌട്ട് എന്ന് കൊടുക്കുന്നു. എബൌട്ട് എന്ന് പറയുന്ന ഫംഗ്ഷനാണ് റൺ ആവേണ്ടത്. പ്രൊഡക്റ്റിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് പ്രൊഡക്റ്റ് എന്ന് പറയുന്ന ഫംഗ്ഷനാണ് റൺ ആവേണ്ടത്. സോ നമ്മൾ ഹോം മാറ്റി പ്രൊഡക്റ്റ് എന്ന് കൊടുക്കുന്നു. ഓക്കെ, പ്രൊഡക്റ്റ്. കോണ്ടാക്റ്റിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് കോണ്ടാക്റ്റ് എന്ന് പറയുന്ന ഫംഗ്ഷൻ, hrefലെ ഡീറ്റെയിൽസ് നമ്മൾ മാറ്റുന്നു. കോണ്ടാക്റ്റ് എന്ന് കൊടുക്കുന്നു. കോണ്ടാക്റ്റ് സേവ് ചെയ്യുന്നു. നമുക്ക് നമ്മുടെ വെബ്സൈറ്റ് പോയി നോക്കാം. സോ നമ്മൾ ആദ്യം ഹോമിൽ ക്ലിക്ക് ചെയ്യുന്നു. നമുക്ക് ഹോം ഓപ്പൺ ആവുന്നു. എബൌട്ടിലാണെങ്കിൽ എബൌട്ട് പേജ്, പ്രൊഡക്റ്റിലാണെങ്കിൽ പ്രൊഡക്ട്സ് പേജ്, കോണ്ടാക്റ്റിലാണെങ്കിൽ കോണ്ടാക്ട് പേജ്. സോ ഇപ്പോൾ നമുക്ക് എല്ലാ പേജിലും നമുക്ക് നമ്മുടെ ഈ നവബാർ ലഭിക്കുന്നു. സോ ഓരോ ലിങ്കിലും ക്ലിക്ക് ചെയ്യുമ്പോൾ അതിനനുസരിച്ചിട്ടുള്ള പേജസ് നമുക്ക് ഓപ്പൺ ആയി വരുന്നു. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ടെംപ്ലേറ്റ് ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നത്. നമ്മളൊരു ബേസ് ലേഔട്ട് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് മറ്റുള്ള എല്ലാ പേജിലും നമുക്കിതുപോലെ കൊണ്ടുവരാൻ സാധിക്കും. സോ നമുക്ക് ഒരു ലിങ്കിലേക്ക് എങ്ങനെ നമ്മുടെ ഫംഗ്ഷൻ അസൈൻ ചെയ്യാം. സോ അത് ക്ലിക്ക് ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് ആ ഒരു പേജ് ഓപ്പൺ ആയി വരുന്നതായിരിക്കും. നിങ്ങൾ മുകളിൽ നോക്കിക്കഴിഞ്ഞാൽ ആ URL മാറുന്നതായി നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഓക്കെ, ഇത്തരത്തിൽ നമുക്ക് ടെംപ്ലേറ്റ് ഇൻഹെറിറ്റൻസ് ഉപയോഗിക്കാം. അതുപോലെ തന്നെ ലിങ്കിൽ ഇതുപോലെ നമുക്ക് ഓരോ ഫംഗ്ഷനും അസൈൻ ചെയ്യാം.